കെ.എം. എബ്രഹാമിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ജോമോൻ പുത്തൻപുരയ്ക്കൽ. ഹൈക്കോടതി തള്ളിയ ആരോപണങ്ങളിൽ വീണ്ടും അന്വേഷണം ആവശ്യപ്പെടുന്നത് നിയമവിരുദ്ധം. വിജിലൻസ് കോടതിയെ സമീപിച്ചതിന് പിന്നാലെ കെ.എം. എബ്രഹാമിന് വ്യക്തിവിരോധമാണെന്നും ഗൂഢാലോചന തനിക്കെതിരെയാണെന്നും ജോമോൻ പുത്തൻപുരയ്ക്കൽ മുഖ്യമന്ത്രിക്ക് അയച്ച പരാതിയിൽ പറയുന്നു. സേഫ് സൈൻലാബ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സേഫ, ജോമോൻ പുത്തൻപുരയ്ക്കൽ ഇപ്പോൾ പറയുന്നത് തന്നോടുള്ള വ്യക്തി വൈരാഗ്യം മൂലമാണ് പഴയ കേസുകളൊക്കെ വീണ്ടും കുത്തിപ്പൊക്കിയെടുക്കുന്നതും അതിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നതും എന്നൊക്കെയാണ്. എന്താണ് ഇപ്പോൾ പരാതിയുടെ ഒരു ഉള്ളടക്കം? ജിൽസി, കെ.എം. എബ്രഹാമിന്റെ കത്തിൽ സംസ്ഥാന സർക്കാർ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ്. അതിനിടെയാണ് ജോമോൻ പുത്തൻപുരയ്ക്കൽ, അതായത് CBI അന്വേഷണത്തിന് കാരണക്കാരനായ പരാതിക്കാരനായ ജോമോൻ പുത്തൻപുരയ്ക്കൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കത്ത് നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് കെ.എം. എബ്രഹാം നൽകിയ കത്ത് നിയമവിരുദ്ധം ആണ് എന്നുള്ളതാണ്. തനിക്കെതിരായ എബ്രഹാമിന്റെ ആരോപണങ്ങൾ ഹൈക്കോടതി തന്നെ തള്ളിക്കളഞ്ഞതാണ്. അതിൽ വീണ്ടും അന്വേഷണം ആവശ്യപ്പെടുന്നത് നിയമവിരുദ്ധമായ കാര്യമാണ്. ഗൂഢാലോചന തനിക്കെതിരെയാണ് എന്നാണ് ജോമോൻ വ്യക്തമാക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, കെ.എം. എബ്രഹാം പറഞ്ഞത് തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്നാണ്. പക്ഷേ തിരിച്ച് തനിക്കെതിരെയാണ് ഗൂഢാലോചന നടന്നതെന്നാണ് ജോമോൻ ആരോപിക്കുന്നത്. വിജിലൻസ് കോടതിയെ സമീപിച്ചതിന് പിന്നാലെയാണ് എബ്രഹാമിന് തന്നോട് വ്യക്തിവൈരാഗ്യം ഉണ്ടായത്. ധനകാര്യ അഡീഷണൽ സെക്രട്ടറി ആയിരിക്കെ ആണ് താൻ വിജിലൻസ് കോടതിയെ സമീപിച്ചുകൊണ്ട് അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതിക്ക് മുന്നിലേക്ക് വെക്കുന്നത്. ആ സമയത്ത് തനിക്ക് അദ്ദേഹവുമായി വ്യക്തിപരമായി ഏതെങ്കിലും തരത്തിലുള്ള പരിചയമില്ല, അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ സാധിച്ചെടുക്കുകയും ചെയ്തിട്ടില്ല. ഇതിന് പിന്നാലെയാണ് തന്നോട് വിരോധം തോന്നിയത്. താൻ PWD റെസ്റ്റ് ഹൗസ് ദുരുപയോഗം ചെയ്തു, അതിന്മേൽ ഒരു അന്വേഷണം നടത്തുകയും കള്ള റിപ്പോർട്ട് വാങ്ങുകയും ചെയ്തു എന്നുള്ള ആരോപണം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിക്ക് മുന്നിലാണ് ഈ പരാതി കിട്ടിയിരിക്കുന്നത്. എന്ത് നടപടി സ്വീകരിക്കുമെന്ന് കാത്തിരുന്ന് കാണണം ജിൽസി. ശരി, എന്തായാലും അത് മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്ന പരാതിയിന്മേൽ എന്ത് നടപടി എടുക്കുമെന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണാം.